ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ആർക്കേനെക്സ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC ഫിസിക്സിൽ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മാത്സിനകത്തുള്ള കാൽക്കുലേഷൻ ആണ്. നിങ്ങളിൽ പലരും 40% ആളുകളും ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മൾട്ടിപ്ലിക്കേഷനും അതേപോലെ തന്നെ ഡിവിഷനും. സോ ഓരോ കാൽക്കുലേഷന്റെ സമയത്ത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാൽക്കുലേഷനിൽ അനുഭവപ്പെടുന്ന ആ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിഹരിക്കാൻ പോകുന്നത്. സോ നമുക്ക് സമയം വൈകിക്കാതെ കോൺസെപ്റ്റിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്ലൈയിങ് ബൈ 10, 100 and 1000 ആണ്. എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഡെസിമൽ പോയിന്റിനെ വലത്തോട്ടേക്ക് നീക്കണം. എന്ന് പറഞ്ഞാൽ 10 കൊണ്ടോ 100 കൊണ്ടോ 1000 കൊണ്ടോ ആണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ, 10 കൊണ്ടോ 100 കൊണ്ടോ 1000 കൊണ്ടോ ആണോ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡെസിമൽ പോയിന്റ് മുന്നോട്ടേക്ക് നീക്കണം, അല്ലെങ്കിൽ ഡെസിമൽ പ്ലേസ് നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് നീക്കണം. ഇവിടെ നോക്കണേ, 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു പ്ലേസ് റൈറ്റിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് നീക്കണം. ഇനി നിങ്ങൾ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തതെങ്കിൽ 2 പ്ലേസ് മുന്നോട്ടേക്ക് നീക്കണം. 1000 കൊണ്ടാണെങ്കിൽ 3 പ്ലേസ് മുന്നോട്ടേക്ക് നീക്കണം. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇവിടെ നോക്കണേ, 3.4 into 10 എടുക്കുകയാണ്. എന്ന് പറഞ്ഞാല് 3.4നെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ 3.4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഈ 10നകത്ത് ഒരു 0 അല്ലേ ഉള്ളത്. സോ നമ്മൾ ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് മുന്നോട്ടേക്ക് അല്ലെങ്കിൽ 1 ഡെസിമൽ പ്ലേസ് റൈറ്റിലേക്ക് നമ്മൾ നീക്കണം. എവിടെയാ ഡെസിമൽ പോയിന്റ് ഉള്ളത്? ഇതാണ് ഡെസിമൽ പോയിന്റ്. ഈ ഡെസിമൽ പോയിന്റ് ഒരൊറ്റ പ്ലേസ് നമ്മൾ അല്ലെങ്കിൽ ഒരൊറ്റ സ്ഥാനം മുന്നോട്ടേക്ക് നീക്കണം. ഇനിയിപ്പോ സംശയമുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? ഈ 3.4നെ നമുക്ക് 3.4000 എന്ന് റെപ്രസെന്റ് ചെയ്യാം. എന്താ അങ്ങനെ എഴുതി വെച്ചത്? ഈ പോയിന്റിന് ശേഷം നമുക്ക് അവസാനിക്കുന്ന നമ്പറിന്റെ കൂടെ എത്രയും സീറോസ് ഇടാം. അപ്പൊ 3.4 എന്ന് പറഞ്ഞാല് 3.4000 ആണ്. ഇയാളെയാണ് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ 10നകത്ത് ഒരൊറ്റ സീറോ ആണുള്ളത്. സോ നമുക്ക് പറയാം, ഇയാളെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്ലേസ് മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ഒരു പ്ലേസ് റൈറ്റിലേക്ക് ചാടണം. ചാടിച്ചൂടെ? നോക്കണേ, ചാടാൻ പോവാണേ. ഇവിടെ ചാടി, ഇവിടെ 3.4 ഈ ഡെസിമൽ പ്ലേസ് ഒരൊറ്റ ചാട്ടം മുന്നോട്ടേക്ക് ചാടി. ഒറ്റ ചാട്ടം മുന്നോട്ടേക്ക് ചാടിയാൽ പോയിന്റ് എവിടെ വരും? 4ന് ശേഷം വരും. അങ്ങനെ 4ന് ശേഷം പോയിന്റ് വന്നാൽ നമുക്ക് ആൻസർ കിട്ടും. അത് 34.000 ആണ്, അല്ലെങ്കിൽ 34 ആണ് എന്ന് ആൻസർ എഴുതി വെക്കാം. സിമ്പിൾ പരിപാടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ, 0.56 into 100 ആണ്. സോ 0.56നെ ഞാൻ മാറ്റുകയാണ്. 0.56നകത്ത് ഈ 6ന് ശേഷം നമുക്ക് സീറോസ് ഇട്ടൂടെ? 6ന് ശേഷം നമ്മൾ സീറോസ് ഇട്ടു, എന്നിട്ട് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൾക്ക് എത്ര സീറോസ് ഉണ്ട് നോക്കാം. 100 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. 100നകത്ത് 2 സീറോസ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? 2 ഡെസിമൽ പ്ലേസ് 2 പ്ലേസ് റൈറ്റിലേക്ക് നീങ്ങണം. അപ്പൊ നമ്മളുടെ ഡെസിമൽ പോയിന്റ് എവിടെയാ ഉള്ളതെന്ന് നോക്കാം. അയാളെ 2 ചാട്ടം മുന്നോട്ടേക്ക് ചാടുക. നോക്കണേ, ഒരു ചാട്ടം ചാടി, രണ്ടാമത്തെ ചാട്ടവും ചാടി. രണ്ടാമത്തെ ചാട്ടം ചാടിയപ്പോ എവിടെയാ എത്തിയത്? 6ന്റെ തൊട്ടപ്പുറത്ത്. സോ 6ന്റെ തൊട്ടപ്പുറത്ത് എത്തിയപ്പോ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എന്താ ആൻസർ വരിക? യെസ്, 0.56.00 എന്ന് വരും. എന്ന് പറഞ്ഞാല് 56 ആണ് എന്ന് ആൻസർ കിട്ടും. എളുപ്പ പരിപാടിയാണ്, സിമ്പിൾ പരിപാടിയാണ്. എന്താ ചെയ്യേണ്ടത്? ഈ സീറോസിന്റെ എണ്ണം നോക്കുക, അത്രയും സ്ഥാനം മുന്നോട്ടേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് ചാടിക്കുക. എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാ ഈ തേർഡ് ക്വസ്റ്റ്യൻ നോക്കണേ. ഈ ക്വസ്റ്റ്യൻ നോക്കണേ, 7.2 into 1000 ആണ്. 7.2നെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? 7.2 അല്ലേ, 2ന് ശേഷം സീറോസ് ഇട്ടൂടെ? ഇട്ട് കൊടുക്കാം. into 1000 ആണ്. ഓക്കെ, into 1000 ആണ്. 1000നകത്ത് എത്ര സീറോസ് ഉണ്ട്? അതാ ആദ്യം നോക്കണ്ടേ. 1000നകത്ത് 1, 2, 3 സീറോസ് ഉണ്ട്. സോ ഇയാള് 3 ചാട്ടം മുന്നോട്ടേക്ക് അല്ലെങ്കിൽ 3 ചാട്ടം റൈറ്റിലേക്ക് ചാടണം. ചാടിച്ചൂടെ? ഒരു ചാട്ടം ചാടി, രണ്ടാമത്തെ ചാട്ടം ചാടി, മൂന്നാമത്തെ ചാട്ടവും ചാടി. മൂന്നാമത്തെ ചാട്ടം ചാടിയപ്പോ എവിടെയാ പോയിന്റ് വരുന്നത്? ഇതാ ഈ സീറോയുടെയും തൊട്ടപ്പുറത്താ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാ ആൻസർ എഴുതിക്കൂടെ? നമുക്ക് ആൻസർ എഴുതാം. അത് 7200.0 ആണ്. എന്ന് പറഞ്ഞാല് 7200ന് ശേഷമാണ് പോയിന്റ് വരുന്നത്. സോ നമുക്ക് എഴുതാം അത് 7200 ആണ്, അല്ലെങ്കിൽ 7200
200 എളുപ്പ പരിപാടിയല്ലേ, സിമ്പിൾ പരിപാടിയല്ലേ? അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെയുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം, എളുപ്പത്തിൽ ചെയ്തു നോക്കാം. 4.5 ആണ്, അയാൾ 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 10ൽ ഒരു ഡെസിമൽ പോയിന്റ് ആണുള്ളത്, 10ൽ ഒരു 0 ആണുള്ളത്. സോ നമ്മൾ ഒറ്റ ചാട്ടം മുന്നോട്ടേക്ക് ചാടിയാൽ മതി. 4.5ൽ ഒരു ഒറ്റ ചാട്ടം മുന്നോട്ടേക്ക് ചാടിയാൽ 45 എന്ന ആൻസർ കിട്ടും. എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 0.036 into 1000 ആണ്. എത്ര സീറോസ് ഉണ്ട്? 1 2 3 സീറോസ് ഉണ്ട്. അപ്പൊ 3 ചാട്ടം ചാടണം. 1 2 3. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 0036 ആണ്, അല്ലെങ്കിൽ 0036.0 എന്ന് പറഞ്ഞാല് 36 ആണ് എന്ന ആൻസർ കിട്ടും. എളുപ്പ പരിപാടി, സിമ്പിൾ പരിപാടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആൻഡ് ഹംപിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിവിഷനിലേക്ക് കടക്കാം. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇനി നമുക്ക് ഡിവിഷൻ നോക്കാം. ഡിവിഷന്റെ കേസിൽ എന്താ ചെയ്യേണ്ടത്? ഡിവിഷന്റെ കേസിൽ നിങ്ങൾ 10 കൊണ്ടാണോ 100 കൊണ്ടാണോ അല്ലെങ്കിൽ 1000 കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, അതില് എത്ര സ്ഥാനം നമ്മൾ ചാടണമെന്നാ നോക്കേണ്ടത്. നോക്കണേ. നേരത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് വലത്തോട്ടേക്കാണ് ചാടിയത്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണ് ചാടിയത്. ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇവിടെ ലെഫ്റ്റിലേക്ക് ചാടുക, ഇവിടെ ഇടത്തോട്ടേക്ക് അല്ലെങ്കിൽ പുറകിലേക്ക് ചാടുക. സിമ്പിൾ പരിപാടിയാണ്, എളുപ്പ പരിപാടിയാണ്. നോക്കണേ, 85 ഡിവൈഡഡ് ബൈ 10 ആണ്. സോ അത് അങ്ങനെ എഴുതി വെച്ചു. 85 ഡിവൈഡഡ് ബൈ 10 ആണ്. ഈ 85 എന്ന് പറഞ്ഞാൽ ആരാ? 85 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് 85.0 ഡിവൈഡഡ് ബൈ 10 ആണ്. എന്ന് പറഞ്ഞാൽ ഈ 85ന് ശേഷം നിങ്ങൾ പോയിന്റ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് സീറോസ് ഇട്ട് കൊടുക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ നോക്കണേ, ഡിവൈഡ് ചെയ്യുന്നത് 10 കൊണ്ടാ. 10നകത്ത് ഒരു 0 ആണുള്ളത്. സോ ഇയാൾ എത്ര ചാട്ടം ചാടണം? ഇയാൾ ഒരൊറ്റ ചാട്ടം ചാടണം. പക്ഷെ ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ ഡിവിഷനാ ചെയ്തത്. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ചാട്ടം ചാടേണ്ടത് റൈറ്റിലേക്കല്ല, എങ്ങോട്ടേക്കാ? ലെഫ്റ്റിലേക്കാണ്. സോ ലെഫ്റ്റിലേക്കാണെങ്കിൽ മക്കൾ ശ്രദ്ധിക്കുക, എത്ര ചാട്ട? ഒരൊറ്റ ചാട്ടം ലെഫ്റ്റിലേക്ക്. സോ ഒരൊറ്റ ചാട്ടം ലെഫ്റ്റിലേക്ക് ചാടിയാല് ആൻസർ നമുക്ക് കിട്ടും, അത് 8.5 എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ പരിപാടി, എളുപ്പ പരിപാടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 450 ഡിവൈഡഡ് ബൈ 100. സോ അങ്ങനെ തന്നെ എഴുതി വെച്ചു. 450 ഡിവൈഡഡ് ബൈ 100 ആണ്. ഈ 450 എന്ന് പറഞ്ഞാല് 450.0 അല്ലേ? അയാളെയല്ലേ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തത്? അയാളെയാണ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഈ 100നകത്ത് എത്ര സീറോസ് ഉണ്ട്? 100നകത്ത് നോക്കിയാൽ നമുക്ക് കാണാം 1 2 സീറോസ് ഉണ്ട്. സോ ഇവിടെ ഡെസിമൽ പോയിന്റ് ചാടണം 2 ചാട്ടം. എത്ര ചാട്ടം? 2 ചാട്ടം. 2 ചാട്ടം റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഡിവൈഡ് ചെയ്യല്ലേ? ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ചാട്ടം ഇടത്തോട്ടേക്കായിരിക്കും, ലെഫ്റ്റിലേക്കായിരിക്കും. സോ ഒരു ചാട്ടം ചാടി, രണ്ടാമത്തെ ചാട്ടവും ചാടി. ആൻസർ നമുക്ക് കിട്ടി, അത് 4.5 ആണ്. സോ 4.5 ആണെന്ന് ആൻസർ കിട്ടി. എളുപ്പ പരിപാടി, സിമ്പിൾ പരിപാടി. അങ്ങനെയാണെങ്കിൽ 7.5 ബൈ 10 എടുത്ത് നോക്കിക്കൂടെ? ചെയ്തു നോക്കാം. 7.5 ഡിവൈഡഡ് ബൈ 10 ആണ്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം വരും, ഇത് ഇടത്തോട്ടേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പോയിന്റ് ഇടുക? അങ്ങനെ സംശയമുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? ഈ 7.5നെ അങ്ങ് മാറ്റി എഴുതുക. 7.5നെ നമുക്ക് 007.5 എന്ന് എഴുതാം. മാറ്റമൊന്നുമില്ല, കാരണം ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന ഇങ്ങേയറ്റത്തുള്ള നമ്പറിനും അങ്ങേയറ്റത്തുള്ള നമ്പറിനും നിങ്ങൾ 0 ഇട്ട് കൊടുത്താൽ ഒരു മാറ്റവും ഇല്ല. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 7.5 എന്നുള്ളതിന് പകരം എനിക്ക് 07.50 എന്നും എഴുതാം. അവിടെ തെറ്റൊന്നുമില്ല, കാരണം ഇവിടെ പോയിന്റിന് മുന്നേയും പോയിന്റിന് ശേഷവും അവസാനിക്കുന്ന നമ്പറിന്റെ അറ്റങ്ങളിലാണ് നമ്മൾ 0 ഇട്ടത്. ഇനി ഇതിന് പകരം എനിക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. ഇനി ഞാനിതാ ഇത്രയും സീറോസ് ഇട്ട് ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല, കാരണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് അങ്ങനെയും ചെയ്തു വെക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും തെറ്റില്ല. തുടക്ക സമയങ്ങളിൽ അല്ലെങ്കിൽ കാൽക്കുലേഷൻ തീരെ അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ. നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 7.5നെ 007.5 എന്ന് എഴുതി. എത്ര കൊണ്ടാ ഡിവൈഡ് ചെയ്യുന്നത്? 10 കൊണ്ടല്ലേ? 10നകത്ത് ഒരൊറ്റ 0 അല്ലേ ഉള്ളൂ. സോ ഒരൊറ്റ ചാട്ടം ചാടിയാ മതി. പക്ഷെ ചാടേണ്ടത് എങ്ങോട്ടേക്കാ? ഡിവിഷനകത്ത് ചാടുന്നത് ലെഫ്റ്റിലേക്കാണ്. സോ ലെഫ്റ്റിലേക്ക് ഒരൊറ്റ ചാട്ടം ചാടിയപ്പോ എവിടെ എത്തി? യെസ്, എവിടെ എത്തിയടാ? എവിടെ എത്തിയതാ? ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടിയത്. എന്താ ആൻസർ? 0.75 ആണ്. 0.75 ആണ്. 2 സീറോന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മള്
0.75 എന്ന് റെപ്രസെന്റ് ചെയ്തു വെച്ചു. എളുപ്പ പരിപാടിയല്ലേ? അങ്ങനെയാണെങ്കിൽ ദാ ഈ ക്വസ്റ്റ്യൻ നോക്കണേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. 420 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 420/100 ആണ്. 420/100 എടുത്ത് നോക്കിയേ. 420 ഡിവൈഡഡ് ബൈ 100 ആണ്. എടാ 420 എന്ന് പറഞ്ഞാല് 420.00 അല്ലേ? ഇയാളെ അല്ലേ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? അയാളെയാണ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 100-നകത്ത് എത്ര സീറോസ് ഉണ്ട്? 1 2 സീറോസ്. സോ 2 സീറോസ് ആണെങ്കിൽ 2 ചാട്ടം ചാടണം. ഡിവൈഡ് ചെയ്യുന്നത് ഇടത്തോട്ടേക്ക് ചാടുക. അപ്പൊ ലെഫ്റ്റിലേക്ക് നമ്മൾ ചാടുകയാണെ. ലെഫ്റ്റിലേക്ക് നമ്മൾ 2 ചാട്ടം ചാടി. ഒരു ചാട്ടം, രണ്ടാമത്തെ ചാട്ടം. എന്താ ആൻസർ വരിക? 4നും 2നും ഇടയിൽ ഡെസിമൽ പോയിന്റ് വരും. 4നും 2നും ഇടയിൽ ഡെസിമൽ പോയിന്റ് വന്നാല് ആൻസർ കിട്ടും 4.2. സോ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. 6.4 ഡിവൈഡഡ് ബൈ 1000. 6.4 ഡിവൈഡഡ് ബൈ 1000 ആണ്. അതുകൂടെ ഒന്ന് ചെയ്തു നോക്കാം. 6.4 ഡിവൈഡഡ് ബൈ 1000 ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ 6.4നെ നമുക്ക് 0000 എത്ര സീറോവും എടുക്കാം, 6.4 എന്ന് എഴുതാം. സംശയമുണ്ടോ? ഇല്ല. എന്താ ചെയ്തത്? നമ്മൾ ഇവിടെ 6ന് മുന്നേ കുറെ സീറോസിന് ഇട്ട് വെച്ചു. എന്നിട്ട് ഇയാളെ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. ഈ 1000-നകത്ത് എത്ര സീറോസ് ഉണ്ട്? 1000-നകത്ത് 1 2 3 സീറോസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി 3 ചാട്ടം ചാടണം. എങ്ങോട്ടേക്കാ? ഡിവിഷൻ അല്ലേ? ഡിവിഷൻ ആണെങ്കിൽ ലെഫ്റ്റിലേക്ക്. സോ ലെഫ്റ്റിലേക്ക് ഒരു ചാട്ടം, രണ്ടാമത്തെ ചാട്ടം, മൂന്നാമത്തെ ചാട്ടം ചാടിയപ്പോ നമുക്ക് ആൻസർ കിട്ടി. ഇതാ ഇവിടെ ഡെസിമൽ പോയിന്റ് വരും. അവിടെ ഡെസിമൽ പോയിന്റ് വന്നാല് ആൻസർ എന്താ വരിക? 0.0064 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സോ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേഷൻസ് പഠിക്കാം. അടുത്ത വീഡിയോവുമായിട്ട് വീണ്ടും കാണാം. ബൈ.